Good afternoon all. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ ഷാഹിൽ ചോലേറ്റ് സർ, ഗസ്റ്റ് മിസ്റ്റർ അമൽ ഇക്ബാൽ സർ, ടീം ഷാഡോ, പ്രിയ സഹപാഠികളെ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ദീർഘകാലത്തിന് ശേഷം ഷാഡോ വീണ്ടും ആരംഭിക്കുകയാണ്, അതും ലോകോത്തര പ്രതിഭകളായ 2 പേരുടെ സാന്നിധ്യത്തിൽ. ഞങ്ങളുടെ ഭാവി കരിയർ രൂപപ്പെടുത്തുന്നതിനും അതുപോലെ പബ്ലിക്കായി സംസാരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും ഷാഡോ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. അതിലുപരി കുടുംബബന്ധം പുലർത്തുന്നതിലും ഇത്തരം കൂട്ടായ്മ വളരെ സഹായകരമാണ്. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. ഓക്കെ, നമ്മൾ ഷഹീദ് സാറിനെ ആദ്യം പരിചയപ്പെടാം. ഒരു ചെറിയ ഇൻട്രോ, ബാക്കി പുള്ളി തന്നെ പറഞ്ഞോളൂ. കോടമ്പുഴ സ്വദേശിയാണ്. എനിക്ക് സത്യത്തിൽ 2-3 വർഷം മുന്നേ ഇങ്ങനെ ഒരാളുണ്ട് എന്നറിയാം, പക്ഷെ ഇത്ര ഡെപ്തിൽ പോയിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു 3 വർഷം മുന്നേ തന്നെ ഞാൻ നെറ്റിൽ തപ്പിയിട്ട് അവരുടെ ഡീറ്റെയിലൊക്കെ എടുത്ത് എൻ്റെ ഫോണിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മക്കത്ത് പോയപ്പം, ജിദ്ദയിൽ പോയപ്പം സാറിൻ്റെ കൂടെ പഠിച്ച മാമൂനി സാറിൻ്റെ എനിക്ക് അവിടെ ഒരു KMCCൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഇതേ വിഷയം ഇത് തന്നെയായിരുന്നു, എഡ്യൂക്കേഷൻ തന്നെയായിരുന്നു. അപ്പം അന്ന് നമ്മളിങ്ങനെ ഇതേപോലെ സംസാരിച്ചപ്പോൾ മാമു എന്നോട് പറഞ്ഞു, ബഷീർക്ക് അങ്ങനെ നമ്മളവിടെ ഉണ്ടല്ലോ, ഷഹീദ് ഉണ്ടല്ലോ, നിങ്ങൾ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ട്രൈങ് ടു ഗെറ്റ് ഇറ്റ്, അത്രേ ഉള്ളൂ, എനിക്ക് പരിചയമില്ല, നിങ്ങൾ എന്തായാലും പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഡീറ്റെയിൽ കിട്ടുന്നത്. ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള വലിയ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മെന്റർ എന്നുള്ള ഒരു രീതിയിലാണ്. അതിനോട് തന്നെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞാൻ വൈകി വന്ന ആൾ ലോകത്തിന്റെ മാറ്റത്തിനെ കുറിച്ച് ഞങ്ങൾ അന്ന് 3-4 മണിക്കൂർ സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ വണ്ടറിങ്, എന്താണ് ലോകം മാറാൻ പോണത് എന്നുള്ളത് നമ്മൾ വണ്ടറടിച്ച് പോണ രീതിയിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ഏത് ബ്രാഞ്ച് നിങ്ങൾ എടുത്താലും നമ്മളുടെ റീഡ് ആൻഡ് റൈറ്റ് പോലെ, ഇപ്പൊ നമ്മളുടെ ഒരു സാക്ഷരത എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് ലാംഗ്വേജിന്റെ റീഡ് ആൻഡ് റൈറ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻസ് ആണ് കോഡിങ്ങിന്റെ, ടെക്നോളജിയുടെ ലിറ്ററസി. എല്ലാത്തിന്റെ ഒരു സൈഡ് എന്തായിരിക്കും? ടെക്നോളജി. അത് MBBS ആയാലും ശരി, അതൊരു ആർട്ടിസ്റ്റ് ആയാലും ശരി, അവർ ടെക്നോളജി ഇല്ലെങ്കിൽ എന്തില്ല, അവരില്ല. ടെക്നോളജി നിർബന്ധമാണ് വൺ സൈഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ, ഇപ്പൊ നേഴ്സസുകൾക്ക് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മനുഷ്യന് ഇപ്പൊ നമ്മുടെ ഏജ് കൂടാൻ പോവുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മെയിന്റനൻസ് വേണം, അല്ലെ? നമുക്ക് ഏജ് കൂടുന്തോറും ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ജോബാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ നല്ല ജോബാണ്, കാരണം നമുക്കറിയാം ഏജ് കൂടുന്നതിനനുസരിച്ച് മെയിന്റനൻസ് കൂടി വരും. വയസ്സാകുന്നതിനനുസരിച്ച് എപ്പോഴും രോഗങ്ങളും അതോടൊപ്പം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു മെയിന്റനൻസ് വേണം. ഹെൽത്ത് കെയർ ഇസ് നമ്പർ 1 ഇൻഡസ്ട്രിയാണ്. പക്ഷെ ടെക്നോളജി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് വരാൻ പോകുന്നത്? ഇപ്പൊ ഒരു പേഷ്യന്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഡോക്ടർ ഒരു ഇതെല്ലാം പഠിച്ചു വന്ന് നമ്മൾ ഒരു പേഷ്യന്റിനോട് ചോദ്യം ചോദിച്ച് ഉത്തരം തരുന്ന മോഡലാണെങ്കിൽ, ഇനി എല്ലാം തന്നെ ഒരു സൈഡിൽ AI-യും ഡോക്ടറും പേഷ്യന്റും ആയിരിക്കും. റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കും. എല്ലാത്തിനും ഉത്തരം തരുന്നത് ആരായിരിക്കും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഡോക്ടേഴ്സ് ഇനി മുതൽ. ഇപ്പൊ നമുക്കറിയാം ഓപ്പറേഷൻ എല്ലാം AI ആണ്, ആക്യുറസി ലെവലിൽ. ഇപ്പം ക്യാൻസർ ഡയഗ്നോസിസ് AI ആണ്, എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോവാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു സൈഡിൽ നിർബന്ധമായിട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ഒന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് ഒരു ആഴ്ച പഠിക്കാവുന്ന സാധനമേ ഉള്ളൂ. നമ്മൾ അതിന്റെ ടെക്നോളജിയെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്നു, അല്ലെ? അതേക്കുറിച്ച് നമുക്ക് അതിനകത്ത് പഠിക്കാനൊന്നുമില്ല, അതിന്റെ അപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഫീൽഡിൽ ആ ടെക്നോളജി എന്തൊക്കെ ചെയ്യുന്ന അറിഞ്ഞാൽ മതി, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഹ്യൂജ് കോഡിംഗ് ഒന്നും പോയി പഠിക്കേണ്ട. ഞാൻ എന്റെ ഫീൽഡ് ഏതാണ്, അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് ചേഞ്ചസ് ആണ് വരുത്തുന്നത്, അതിനനുസരിച്ച് വേണം നിങ്ങൾ ജോബ് സെലക്ട് ചെയ്യാൻ. ഈ ഒരു പരിപാടി വളരെ ഗംഭീരമായിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു സെഷനിൽ ഞാൻ ഒരുപാട് ഇന്റർനാഷണൽ ലെവൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി
അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് സിമ്പിളും ഒരു പരിപാടി സിമ്പിൾ ആയിരിക്കും, പക്ഷെ സിമ്പിളായ പരിപാടി ഓസമായിട്ട് നടത്തുക എന്നുള്ളത് അതൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഓക്കെ, നമുക്ക് വഴിയെ സംസാരിക്കാം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഷാഡോ, മറ്റൊരർത്ഥത്തിൽ പറയുമ്പോൾ നിഴൽ. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ദൃഢനിശ്ചയം ചെയ്തവരുടെ കൂടെ നിഴലായി എന്നും ഷാഡോ ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷമായി ഞാൻ ഇവിടെ ഷാഡോ ക്ലാസ് പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ മൈക്ക് എടുക്കാൻ തന്നെ ഇപ്പോൾ ഒരാൾക്ക് ഫസ്റ്റായിട്ട് എടുക്കാൻ ഇപ്പോൾ ഭയമാണ്. ഞാളെ ഫസ്റ്റ് വന്നപ്പോ ഫസ്റ്റ് കഴിയുമ്പോൾ ഇപ്പൊ വളരെ കളിപ്പോയി. പിന്നെ അത് കുഴപ്പമില്ല, തെറ്റിയാൽ കുഴപ്പമില്ല, പറഞ്ഞോണ്ട് പറഞ്ഞ പിന്നെ ഒരുപാട് കാലത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മളെല്ലാവരും ഒത്തുകൂടിയൊരു വേദിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നത് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വേദിയിൽ ഇരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇവരായിട്ടുള്ള ഇൻട്രാക്ഷനും എല്ലാ കാര്യങ്ങളും. അപ്പോൾ മാക്സിമം നമ്മൾ യൂസ് ആക്കുക.